Welcome to all my dear students. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടിലെ ടെക്സ്റ്റ് രണ്ട് ഭാഗങ്ങളുണ്ട് നമുക്കറിയാം. അതിലെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫിഫ്ത്ത് ചാപ്റ്റർ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അതായത് സെക്കൻഡ് പാർട്ടിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ഫിഫ്ത്ത് ചാപ്റ്റർ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ പേര് സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ്, അതായത് പ്രതിരോധത്തിന്റെ കാവലാളുകൾ. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിന് കാരണം ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ആരാണ് നമ്മൾ പറയുമ്പോൾ ആരെന്ന് പറയും? കൊറോണ അല്ലേ? അപ്പോ അതിനെ പറ്റിയാണ് നമ്മൾ ഇനി ഈ ചാപ്റ്റർ വരെ പഠിച്ചുകൊണ്ടിരുന്നത്. ചാപ്റ്ററിന് ഫുള്ളായിട്ടും കൊറോണയെ പറ്റിയല്ല, ആ ഒരു ഇപ്പൊ നമ്മൾ നടക്കുന്ന ഈ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ, അല്ലെങ്കിൽ സിറ്റുവേഷനാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മൾക്ക് എല്ലാവർക്കും രോഗങ്ങൾ വരാറുണ്ട് അല്ലെ? എന്താണ് രോഗങ്ങൾ വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം? എന്താണ്? വെറുതെ നിൽക്കുന്ന ഒരാൾക്ക് രോഗം വരുമോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും രോഗം വരാന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറയാറുണ്ട് രോഗം ഉണ്ടാക്കുന്നത് ആരാണോ അതിനെ നമ്മൾ രോഗകാരിയെന്നോ അല്ലെങ്കിൽ രോഗാണോ എന്ന് പറയും അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന രോഗകാരികൾ ഏതൊക്കെയാണ്? നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഏകദേശം വരുന്നതാണ് രോഗകാരികൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒന്ന് കൊറോണ എന്ന് പറയുന്നത് എന്താണ്? ഒരു തരം വൈറസ് ആണ്. അപ്പോൾ വൈറസ് എന്ന് പറയുന്നതാണ് രോഗകാരി. അപ്പോൾ വൈറസ് എന്ന് പറയുന്നത് കൊറോണ മാത്രമല്ല, ഒരുപാട് വൈറസുകൾ ഉണ്ട്. അപ്പോൾ വൈറസ് അതുപോലെ വരുന്നതാണ് സൂക്ഷ്മജീവികളാണ്. കാരണം കൊറോണ എന്ന് പറയുന്നത് എന്താണ്? സൂക്ഷ്മജീവിയാണ്. അപ്പോ വൈറസ് പോലെയുള്ള ബാക്ടീരിയ, അതുപോലെ ഫംഗസ്, പ്രോട്ടോസോവ, അങ്ങനെയുള്ള കുറെ തരം സൂക്ഷ്മജീവികളുണ്ട്. ഈ സൂക്ഷ്മജീവികളെല്ലാം നമുക്ക് രോഗകാരികളായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് എല്ലാ സൂക്ഷ്മജീവികളെയും രോഗകാരികളാണ് എന്ന് പറയാത്തതിന്റെ കാരണം എന്താണ്? അതായത് നമുക്കറിയാം സൂക്ഷ്മജീവികൾ എല്ലാതും നമുക്ക് രോഗകാരികളല്ല എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്നവയല്ലാത്തതുകൊണ്ടാണ്. എല്ലാ സൂക്ഷ്മജീവികളും നമുക്ക് ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം ഉണ്ടാക്കുന്നില്ല. അതിൽ രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണോ അതിനെ നമ്മൾ എന്ത് പറയാറുള്ളത്? രോഗകാരി എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ രോഗാണു എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ പാത്തോജൻസ് അല്ലെങ്കിൽ ജേംസ് എന്ന് പറയുള്ളൂ അല്ലെ? ഇപ്പൊ നമ്മള് എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ നടക്കുന്ന നമ്മുടെ സിറ്റുവേഷൻസ്, ഇപ്പൊ നമ്മൾ കൊറോണയെ പേടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാസ്ക് ഇടുന്നുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് ഇടുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ഇപ്പൊ ഒരു രോഗിയാണ് എങ്കിൽ നമുക്കറിയാം കൊറോണ എന്ന് പറയുന്നത് എന്തിലൂടെ പകരുന്നതാണ്? വായുവിലൂടെ പകരുന്നതാണ് അല്ലെ? അപ്പോ വായുവിലൂടെ പകരുമ്പോൾ ഇപ്പൊ ഒരു രോഗിയാണെങ്കിൽ ആ രോഗിയിൽ നിന്നും മറ്റൊരാളിലേക്ക് വരാതിരിക്കാനും അതുപോലെ നമ്മളിലേക്ക് എത്താതിരിക്കാനുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മാസ്ക് ധരിക്കുന്നത് അല്ലെ? നമ്മളൊരു സെൽഫ് പ്രൊട്ടക്ഷൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്. അപ്പൊ ഈ മാസ്ക് എന്ന് പറയുന്നത്, കവറിങ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ആണ് അല്ലെ? നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനും മറ്റുള്ളവർക്ക് പകരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ്. അപ്പോ ഈ മാസ്ക് എന്ന് പറയുന്ന ഈ കവറിങ് നമ്മൾ രോഗകാരി അല്ലെങ്കിൽ പാത്തോജൻസ് ശരീരത്തിലേക്ക് വരാതിരിക്കുക, ആ ഒരു കാരണമാണ് നമ്മൾ അതിൽ വരുന്നത് അല്ലെ? അപ്പോ ഇങ്ങനെ ഈ കൊറോണയാണെങ്കിൽ കൊറോണയൊക്കെ പെട്ടെന്ന് വ്യാപിക്കുന്നതാണ്. അപ്പൊ നമ്മൾ മാസ്ക് ധരിച്ച്, അത് മാത്രമല്ല ടച്ചിങ്സിലൂടെയൊക്കെ നമ്മൾ എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ചിലപ്പോൾ കൊറോണ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്താം. അപ്പൊ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തും. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബാക്കിയുള്ള അവയവങ്ങളെയൊക്കെ ബാധിക്കും. ഇതാണ് കൊറോണയുടെ കേസ് അല്ലെ? അതേപോലെ തന്നെ ബാക്കിയുള്ള രോഗകാരികളും അതുപോലെ തന്നെയാണ്. പക്ഷേ കൊറോണയുടെ പോലെയല്ല എന്താണ് വ്യാപിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. ചില രോഗകാരികൾ ഭക്ഷണത്തിലൂടെ പകരുന്നതായിരിക്കും. ചിലപ്പോൾ പഴകിയ ആഹാരം, അതിന് ചില രോഗകാരികൾ ഉണ്ടാവാം, അതിലൂടെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാം. പിന്നെ അതുപോലെ ജലത്തിലൂടെ, അതായത് എന്താ പറയാ, അഴുകിയ ജലം ഉണ്ടായിരിക്കും, അതിലൂടെയുള്ള ചില രോഗകാരികളുണ്ട്, അതിലൂടെ പകരാം. അതായത് ചളിവെള്ളത്തിലൊക്കെ കളിക്കുന്നതിലൂടെ, കുട്ടികളൊക്കെ ചളിവെള്ളത്തിൽ കളിക്കാറുണ്ട്, അപ്പൊ അതിലൂടെയൊക്കെ രോഗകാരി വരാം. പിന്നെന്താണ്, അനിമൽസുമായിട്ട്, അതായത് സമ്പർക്കം മൂലം, മൃഗങ്ങളുമായിട്ട് സമ്പർക്കം മൂലം ഉണ്ടാവാം. ചിലത് മൃഗങ്ങളിലുള്ള രോഗകാരികളുടെ മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ രോഗം പകരാം. അപ്പൊ പല രീതിയിലാണ് നമുക്ക് രോഗങ്ങൾ പകരുന്നത് അല്ലെ? അപ്പോ ഈ രോഗങ്ങൾ പകരുന്നത് എന്തുകൊണ്ടാണ്? ആ രോഗകാരി എവിടെ എത്തുന്നത് കൊണ്ടാണ് രോഗം ഉണ്ടായി നമ്മൾ പറയുള്ളൂ? നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ രോഗകാരി അല്ലെങ്കിൽ രോഗമുണ്ടായി എന്ന് പറയുള്ളൂ.
അല്ലെ? ആ രോഗകാരി എന്ത് രോഗമാണ്? അപ്പൊ നമ്മൾ COVID-19 എന്ന് പറയാറുണ്ട്. ഈ COVID-19 കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് പറയാം, COVID-19 ബാധിതർ എന്ന് പറയുള്ളൂ, അല്ലെ? അപ്പൊ അതേപോലെ തന്നെ പല രോഗകാരികളും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലാണ് നമ്മളത് രോഗം വന്നു എന്ന് പറയുള്ളൂ. അപ്പൊ അതിനുള്ള പ്രൊട്ടക്ഷൻസ് ഇപ്പൊ നമ്മൾ പറയും മാസ്ക് ധരിക്കുക എന്ന് പറയും. അപ്പൊ എല്ലാവരും മാസ്ക് ധരിച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ, ആവശ്യകാര്യത്തിന് മാത്രം പുറത്തിറങ്ങുക ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയുന്നതാണ്. അപ്പോ ഇങ്ങനെ നമ്മൾ വരുമ്പോൾ നമ്മുടെ പുറത്തുള്ള പ്രൊട്ടക്ഷൻ അല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ കുറെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് ശരീരം സ്വയം ഒരു പ്രൊട്ടക്ട് അല്ലെങ്കിൽ ഒരു കവറിങ് അല്ലെങ്കിൽ ഒരു സോൾജിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ കുറെ ഭാഗങ്ങൾ. അതായത് കാവലാളുകൾ എന്ന് പറയും, പട്ടാളക്കാരെന്ന് പറയാറുണ്ട്, അല്ലെ? പട്ടാളക്കാരെന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നവരാണ് പട്ടാളക്കാര്. അതേപോലെയുള്ള പട്ടാളക്കാർ അല്ലെങ്കിൽ കാവലാളുകൾ ആരിലുണ്ട്? സോൾജിയേഴ്സ് ആരിലുണ്ട്? നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു വരുന്നത്? രോഗകാരി ശരീരത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? രോഗം ഉണ്ടാകൂ. Pathogens or germs are entered into our body. That means എന്താണ് നമ്മൾ പറയാറ്? അതായത് രോഗം വന്നു നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പോ ഇതാണ് സോൾജിയേഴ്സ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാവലാളുകൾ അല്ലെങ്കിൽ ശരീരത്തിലുള്ള കാവലാളുകൾ അല്ലെങ്കിൽ സോൾജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ എന്താ വെച്ചാല് നമ്മുടെ ശരീരത്തിനൊരു സ്വയം കഴിവുണ്ട്. നമ്മൾ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ സംരക്ഷിക്കും കൂടെ വേണം. നമ്മൾ ഒരു പരിധി വരെ നമ്മൾ സംരക്ഷിക്കണം. അതുകൂടാതെ ശരീരം സ്വയം സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്താ നോക്കാം. The defense is the ability of the body to prevent the entry of pathogens and to destroy those that have already entered the body. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയാനും പ്രവേശിച്ചു കഴിഞ്ഞ രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള നമ്മുടെ ശരീരത്തിന്റെ കഴിവിനെ പറയുന്ന പേരാണ് പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന രോഗാണുക്കൾ, ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയുക, പ്രിവെന്റ് the ability of the body to prevent the entry of pathogen. എന്താണ്? പാത്തജൻ വരുന്നതിനെ തടയുകയും അത് മാത്രമല്ല destroy that have already entered the body. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? നശിപ്പിക്കാം. അപ്പൊ വരുന്നതിനെ തടയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കേറിയിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിനുള്ളിലേക്ക് കേറിയ രോഗാണുവിനെ എന്ത് ചെയ്യാം? നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ശരീരത്തിനുണ്ട്. ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫൻസ് മെക്കാനിസം, പ്രതിരോധ ശേഷി. പക്ഷേ എല്ലാവരിലും പ്രതിരോധ ശേഷി ഒരുപോലെ ആയിരിക്കില്ല. ചിലവർക്ക് പെട്ടെന്ന് രോഗം വരും, അല്ലെ? ചിലവർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പൊടി തട്ടാൻ പാടില്ല, പൊടി തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലർജി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ചിലവർക്ക് അങ്ങനെ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. നമ്മൾ പഠിച്ചത് രോഗപ്രതിരോധ ശേഷി എന്നൊക്കെ, അല്ലെ? അപ്പൊ ഈ പ്രതിരോധ ശേഷി കുറവായിരിക്കും, ചിലവരിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോ അങ്ങനെ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ്? രോഗകാരി എന്ത് ചെയ്യുന്നു? ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? തടയുന്നുണ്ട്, പ്രവേശിച്ചതിനെ നശിപ്പിക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശേഷി അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, the defense mechanism in our body ഏതൊക്കെയാണ്? First one is body covering and secretions. അതായത് നമ്മുടെ ശരീര ആവരണങ്ങളും അതുപോലെ സ്രവങ്ങളും. ശരീര ആവരണം എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമുക്കറിയാം, തൊക്ക്, അതായത് സ്കിൻ എന്ന് പറയുന്ന ഒരു ശരീര ആവരണമാണ്. ദെൻ മ്യൂക്കസ് മെംബ്രെയിൻ, ശ്ലേഷ്മസ്തരം, നമ്മുടെ മൂക്കില് അതുപോലെ ചെവിയിലൊക്കെ കാണപ്പെടുന്ന ശ്ലേഷ്മസ്തരം, അതിനെയാണ് ശ്ലേഷ്മസ്തരം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ സലൈവ, നമ്മുടെ വായിലുള്ള സലൈവ എന്താണ്? നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന രോഗകാരികളെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ
സലൈവയിലുണ്ട്, സലൈവയിൽ ഒരു എൻസൈം കാണപ്പെടുന്നുണ്ട്. ആ എൻസൈം എന്ത് ചെയ്യും? അതിനെ നശിപ്പിക്കും. ദെൻ ടിയർ, കണ്ണുനീർ. കണ്ണുനീർ എന്താണ്? കണ്ണുനീർ അതായത് കണ്ണിലേക്ക് എന്തെങ്കിലും രോഗകാരി കയറിയിട്ടുണ്ടെങ്കിൽ ആ രോഗകാരിയെ നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? കണ്ണുനീര്. അതായത് കണ്ണുനീരിൽ ഒരു എൻസൈം കാണപ്പെടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ആ രോഗകാരിയെ നശിപ്പിക്കും. അപ്പൊ നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും രോഗകാരി എന്തെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരും അല്ലെ? ആ വെള്ളം വരുന്ന സമയത്ത് കണ്ണുനീരിൽ ആരുണ്ടായിരിക്കും? ഒരു എൻസൈം ഉണ്ടായിരിക്കും. ആ എൻസൈം എന്തിന് കാരണമാകും? ആ രോഗകാരിയെ നശിപ്പിക്കാൻ കാരണമാകുന്നു. അപ്പൊ അതാണ് ബോഡി കവറിംഗ് ആൻഡ് സെക്രീഷൻസ്. ശരീരാവരണവും അതുപോലെ ശരീരദ്രവങ്ങളും. ശരീരാവരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സ്കിൻ. ത്വക്ക് എന്ന് പറയുന്നത് എന്താണ്? ശരീരാവരണമാണ്. അതുപോലെ മ്യൂക്കസ് മെംബ്രെയിൻ ശരീരാവരണമാണ്. ദെൻ സലൈവ ശരീരദ്രവമാണ്. സലൈവ അതുപോലെ ടിയർ ശരീരദ്രവമാണ്. ദെൻ അടുത്തതാണ് ബോഡി ഫ്ലൂയിഡ്, ശരീരദ്രവങ്ങൾ. ഏതൊക്കെയാണ് ശരീരദ്രവങ്ങൾ എന്ന് പറയുന്നത്? ബ്ലഡ്, അതുപോലെ ലിംഫ്, രക്തം അതുപോലെ ലിംഫ്. ഇതൊക്കെ എന്താണ്? ശരീരദ്രവങ്ങളാണ്. ഇതും എന്തിനു സഹായിക്കുന്നതാണ്? നമ്മുടെ ഡിഫൻസ് മെക്കാനിസം, അതായത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് സഹായിക്കുന്നതാണ്, സംവിധാനങ്ങളായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് അതായത് ബോഡി കവറിംഗ് ആൻഡ് സെക്രീഷൻസ്. അതിൽ വരുന്നതാണ് സ്കിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം കവറിംഗ് എന്ന് പറയുന്നതാണ് സ്കിൻ, അതായത് ത്വക്ക്. സ്കിൻ ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ദ ബോഡി. ഇറ്റ് ഈസ് സേഫ്ലി ഷീൽഡ് ദാറ്റ് പ്രിവെന്റ്. അതായത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന ഒരു ആവരണമാണ് എന്ത്? സ്കിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ത്വക്ക് എന്ന് പറയുന്നത്. ഈ ത്വക്കിനകത്ത് പല സംവിധാനങ്ങളുടെ എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയാൻ വേണ്ടിയിട്ടുള്ള പല സംവിധാനങ്ങളും എന്തിനകത്തുണ്ട്? ഈ ത്വക്കിനകത്ത് കാണപ്പെടുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. എന്തൊക്കെയാണ് ആ സ്കിന്നിനകത്തുള്ള പ്രൊട്ടക്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് എപ്പിഡെർമിസ്. അതായത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്കിൻ ഇസ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് is a protein called keratin present prevent the entry of germs. അതായത് നമ്മുടെ ഉള്ളിലേക്ക്, ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ നമ്മുടെ ത്വക്കിനകത്ത് കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. ഈ കെരാറ്റിൻ എന്താണ്? നമുക്കറിയാം നമ്മുടെ പുറം തൊലിയും പിന്നെ ആ തൊലിയുടെ ഉൾഭാഗവും വ്യത്യാസമുണ്ട്. കനം കൂടുതൽ എവിടെയായിരിക്കും? പുറം ഭാഗത്താണ്. തൊലിയുടെ ഉൾഭാഗം എന്തായിരിക്കും? ഇറച്ചിയുടെ ഭാഗം വരുന്നത് എന്തായിരിക്കും? സോഫ്റ്റ് ആണ് അല്ലെ? അപ്പോ പുറത്ത് കാണും ഈ കട്ടിക്ക് കാരണം ആരാണ്? കെരാറ്റിൻ. പുറത്തൊരു സ്കിൻ എന്താണ്? നല്ല കട്ടിയായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിന് കാരണം ഈ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. ഈ കെരാറ്റിൻ ഉള്ളത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ എൻറ്റർ ചെയ്യാതിരിക്കാൻ, അതായത് ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അടുത്താണ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സെബേഷ്യസ് ഗ്ലാൻഡ് എന്താണ്? എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സേബം പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്ലാൻഡ് മേക്ക് ദ സ്കിൻ ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ്. അതായത് നമ്മുടെ ത്വക്കിനകത്ത് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ്, ഒരു ഗ്രന്ഥിയാണ് സെബേഷ്യസ് ഗ്രന്ഥി, അതായത് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ സെബേഷ്യസ് ഗ്രന്ഥി എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? സേബം ഉൽപ്പാദിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സ്കിന്ന് ഓയിലി ആയിട്ട് മാറണം. ഓയിലി ആയിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? ഈ സേബം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ സേബം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരം ഓയിലി ആയിട്ട് മാറുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഓയിലി ആയി മാറിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തോളും? അതായത് അവിടെ നിൽക്കുന്ന ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കില്ല. അപ്പൊ ആ ഓയിലി ആയിട്ടുള്ളത് മാറുമ്പോൾ എന്തായിരിക്കും? രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ടെൻഡൻസി ആയി മാറും. ഇനി അടുത്തത് സ്വെറ്റ് ഗ്ലാൻഡ്, അതായത് സ്വേദഗ്രന്ഥി. സ്വേദഗ്രന്ഥി എന്തിനുള്ളതാ? The disinfectants present in the sweat produced by this gland destroy the germs. അതായത് നമ്മൾ വിയർക്കാറുണ്ട് അല്ലെ? വിയർപ്പ് ഗ്രന്ഥിനെയാണ് സ്വെറ്റ് ഗ്രന്ഥി, സ്വേദഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വെറ്റ് ഗ്ലാൻഡ്, സ്വെറ്റ് ഉണ്ടാവുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാകുന്ന ഈ ഡിസിൻഫെക്റ്റൻസ്, അതായത് രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസിൻഫെക്റ്റൻസ്, അതായത് അവയൊക്കെ എന്ത് ചെയ്യുന്നു? രോഗാണുക്കളെ നശിപ്പിക്കാൻ കാരണമാവുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്കിന്നിനകത്ത് കാണപ്പെടുന്ന രോഗകാരികളെ തടയാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണ്, തടയാനും നശിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത്, ഡിഫൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് പാത്തജൻസ് ആൻഡ് destroy those that have already entered to the body. നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയാനും പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള കഴിവാണ്
പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ബോഡി കവറിംഗ് ആൻഡ് സെക്രീഷൻസ്, അതായത് ശരീര ആവരണങ്ങളും അതുപോലെ സ്രവങ്ങളും. ഏതൊക്കെയാണ് ശരീര ആവരണങ്ങൾ എന്ന് പറയുന്നത്? സ്കിൻ, ത്വക്ക്, മ്യൂക്കസ് മെംബ്രെയിൻ, ശ്ലേഷ്മസ്തര, അതുപോലെ സലൈവ, ഉമിനീർ, ടിയർ, കണ്ണുനീർ. അടുത്താണ് ബോഡി ഫ്ലൂയിഡ്, അതായത് ശരീരദ്രവങ്ങള്, രക്തം, ബ്ലഡ്, ദെൻ ലിംഫ്, അതൊക്കെയാണ് എന്താ ബോഡി ഫ്ലൂയിഡ്. അപ്പോൾ ഈ ശരീരദ്രവങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മളെ ഒരു പ്രൊട്ടക്ടേഴ്സ് ആയിട്ട് കണ്ടെത്തുന്നത്. കാരണം ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവയെ നശിപ്പിക്കാൻ ഫൈറ്റ് ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ ബ്ലഡ് ആണ്, ബ്ലഡിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഏതൊക്കെയാന്നൊക്കെ നമുക്ക് വരുന്നുണ്ട്. ദെൻ പിന്നെ പറഞ്ഞതാണ് ബോഡി കവറിംഗിൽ വരുന്നതാണ് ഏത്? സ്കിൻ എന്ന് പറയുന്നത്. സ്കിൻ എന്താണ്? സ്കിൻ ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ദ ബോഡി. ഇറ്റ് ഈസ് എ സേഫ്റ്റി ഷീൽഡ് ദാറ്റ് prevent the entry of germs. അതായത് ശരീരത്തിലേക്ക് കടക്കുന്ന രോഗകാരികളെ തടയാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു ഷീൽഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ആര്? സ്കിൻ എന്ന് പറയുന്നത്. ദെൻ സ്കിന്നിൽ വരുന്നതാണ് എപ്പിഡെർമിസ്, അതായത് മുകൾ ഭാഗമാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഈ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് അവിടെ എന്തുണ്ട്? എ പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ. കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കാണപ്പെടുന്നുണ്ട്. പ്രസന്റ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് ജേർമ്സ്, അതായത് ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആര്? ഈ ഒരു പ്രോട്ടീൻ സഹായിക്കുന്നത്. ഇനി രണ്ടാമത്തെയാണ് സെബേഷ്യസ് ഗ്ലാൻഡ്. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് sebum produced by the gland makes the skin oily and water proof. അതായത് sebum പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ സെബേഷ്യസ് ഗ്രന്ഥി എന്ത് ചെയ്യുന്നുണ്ട്? sebum പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്താക്കി മാറ്റുന്നു? നമ്മുടെ സ്കിന്നിനെ ഓയിലി അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്കിന്നാക്കി മാറ്റുന്നു. എന്തിനു വേണ്ടിയിട്ട്? രോഗാണു പ്രവേശിക്കാതിരിക്കാൻ. ദെൻ അടുത്താണ് സ്വെറ്റ് ഗ്ലാൻഡ്, സ്വേദഗ്രന്ഥി. The disinfectants prevents in the sweat produced by this gland destroy the germs. അതായത് ജേംസ്, രോഗകാരികളെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അവിടെ എന്തായിട്ട് സ്വെറ്റ് ഗ്ലാൻഡ് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഫസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഈ കൊറോണ എന്ന് പറയുന്നതിന് എന്ത് ചെയ്യുക? നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചില രോഗകാരികള് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തിന്റെ അവയവങ്ങളെ പോയി ബാധിക്കും. കൊറോണ എന്ന് പറയുന്നത് എന്താണ്? കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും ബാക്കി, അതായത് ബ്രെയിനിനെ വരെ ബാധിക്കുന്നുണ്ടെന്ന് പഠനം തെളിയിക്കുന്നുണ്ട്. അതായത് എന്താണ്? ഈ കൊറോണ വൈറസ് നമ്മളിലേക്ക് എത്താതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തടയാൻ സാധിക്കും. ഈ കൊറോണ വൈറസിനെ നമുക്ക് തടയാൻ സാധിക്കും. ഇതുപോലെ പകരുന്ന ഒരുപാട് രോഗങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങളെയൊക്കെ അതിജീവിക്കാൻ എന്താ ചെയ്യുന്നത്? ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ആവശ്യം. നമ്മൾ സ്വയം നമ്മളെ സംരക്ഷിക്കുക. അപ്പൊ നമ്മളെ ശരീരത്തിന്റെ വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കേണ്ട. നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുത്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.